ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്നൗ സൂപ്പർ ജയൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് 26 പന്തുകൾ ബാക്കി നിൽക്കെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 7 വിക്കറ്റിന് 161 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കൊൽക്കത്തയ്ക്ക് എന്തുകൊണ്ടും ഈ സീസൺ മികച്ചതാണ്. ബോളിംഗിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ മികച്ച ഓവറുകൾ കാണാൻ കഴിഞ്ഞു. താരം 3 വിക്കറ്റ് നേടി. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ബാറ്റിംഗ് പ്രകടനം മികച്ചതായിരുന്നില്ല. നിക്കോളാസ് പുരനും KL രാഹുലും ഒഴിച്ചാൽ ബാക്കി ആരും തിളങ്ങിയില്ല. എന്നാൽ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ എല്ലാവരും കാത്തിരുന്നൊരു അരങ്ങേറ്റമുണ്ടായിരുന്നു. ഷമാർ ജോസഫിൻ്റെതായിരുന്നു അത്. ആദ്യ ഓവറിൽ താരം നിരാശനായി മടങ്ങുകയായിരുന്നു. വേഗത ഉണ്ടായിരുന്നെങ്കിലും ലൈനും ലക്തിക്കും മാറിപ്പോയതാണ് കുഴപ്പമായത്. ആദ്യ 5 പന്തിൽ താരം 8 റൺസ് വഴങ്ങി. പിന്നെ ഒരു നോ ബോൾ വൈഡ്, അത് വീണ് കിട്ടിയ 5 റൺസ്, വീണ്ടും നോ ബോൾ, ഫ്രീ ഹിറ്റിൽ 6. അതോടെ 10 പന്ത് എറിഞ്ഞ താരം 22 റൺസാണ് ആദ്യ ഓവറിൽ വിട്ടുകൊടുത്തത്. ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഓവറിൽ ഇങ്ങനെ സംഭവിച്ചത് താരത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. പിന്നീടുള്ള ഓവറുകളിൽ താരം മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. കൂടാതെ തൻ്റെ ഓവറിൽ കളി തിരിച്ചു പിടിക്കാനുള്ള അവസരങ്ങൾ താരം നൽകിയെങ്കിലും ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയത് കളിയിലേക്ക് തിരിച്ചു വരുന്നതിന് ലക്നൗ സൂപ്പർ ജയൻസിന് തടസ്സമായി മാറി. ക്യാപ്റ്റൻ KL രാഹുലിൻ്റെ പിന്തുണ താരത്തിന് ഉണ്ടായതാണ് താരത്തിന് ഈ തിരിച്ചുവരവ് ഗംഭീരമായത്. മറുപടി ബാറ്റിംഗ് തുടങ്ങിയ കൊൽക്കത്തയുടെ നായകൻ ശ്രേയസ് അയ്യരും ഫിൽ സാൾട്ടും വിജയമൊരുക്കി. ഫിൽ സാൾട്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മികച്ച അറ്റാക്കിംഗ് ബാറ്റ്സ്മാനാണ് താരം. 89 റൺസാണ് താരം നേടിയത്. മിനി ലേലത്തിൽ ആർക്കും വേണ്ടായിരുന്ന താരമായിരുന്നു ഫിൽ സാൾട്ട്. ജേസൺ റോയ്ക്ക് പരിക്കേറ്റതിനാൽ ടീമിലേക്ക് എടുത്ത താരമാണ് ഫിൽ സാൾട്ട്. താരം ഇപ്പോൾ ടീമിന്റെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ്. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ മിടുക്കുള്ള താരമാണ് ഫിൽ സാൾട്ട്. താരത്തിന്റെ ഈ പ്രകടനം തുടർന്നാൽ വരും മാച്ചുകളിൽ കൊൽക്കത്തയ്ക്ക് അത് ഗുണം ചെയ്യും. ശ്രേയസ് അയ്യർ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. കൊൽക്കത്തയുടെ അടുത്ത മത്സരം രാജസ്ഥാൻ റോയൽസുമായിട്ടാണ്. ടേബിൾ ടോപ്പർമാരുടെ പോരാട്ടം. ഈ പോരാട്ടത്തിനായി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.